ഹായ് പ്യാരെ വെച്ചോ സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായിരുന്നു ടാക്കിയ കി കഹാനി കൺവർസിംഗ് കി സുബാനി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. നിങ്ങൾക്കറിയാം ഈ പാഠഭാഗം. അപ്പൊ ടാക്കിയ അല്ലെ, പോസ്റ്റ്മാൻ. നമുക്കറിയാം ടാക്കിയ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലെ. ടാക്കിയ ആരാ? പോസ്റ്റ്മാൻ ആണ് അല്ലെ. അപ്പൊ പോസ്റ്റ്മാന്റെ കഹാനിയാണ് പറയുന്നത്, അഥവാ സ്റ്റോറിയാണ് അല്ലെ. അപ്പൊ ആ കഥ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കൺവർ സിംഗ് കി സുബാനി അല്ലേ, അതായത് കൺവർ സിംഗിന്റെ കൺവർ സിംഗ് എന്ത് ചെയ്യാണ്, ഇത് പറയാണ്. അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ആണ് അല്ലേ. ഇതൊരു ഇന്റർവ്യൂ ആണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക പറയുന്നതാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പോസ്റ്റ്മാൻ ആണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു താരം അല്ലേ, നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിലൂടെ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കത്തുകളൊക്കെ നിങ്ങൾ ഇതേപോലെ എഴുതിയിട്ടിട്ടുണ്ടോ അല്ലേ? കത്തുകൾ ഇപ്പൊ കത്തിന്റെ ആവശ്യമൊന്നും ഇല്ല സാർ, ഇപ്പം കാലം വളരെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് ഇതിലൂടെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. आप जहां काम करते हैं वहां आपके अलावा और कौन कौन है? क्या आपको टाकिया ही कहकर बुलाते हैं? എന്താ ഇതിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ അവരെ അഭിസംബോധന ചെയ്ത് അവരോട് താഴ്മയോട് കൂടി ചോദിക്കുമ്പോൾ നമ്മൾ ആപ്പ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ചോദിക്കാണ്, ആപ്പ് കാം കർത്തേ ഹേ വഹാം ആപ്കെ അലാവ ഓർ കോൻ കോൻ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പ് ജഹാം കാം കർത്തേ ഹേ, താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ആപ്കെ അലാവ, താങ്കളെ കൂടാതെ അല്ലെ, കൂടാതെ അല്ലെങ്കിൽ താങ്കൾ അല്ലാതെ. ഓർ കോൻ കോൻ എന്ന് പറഞ്ഞാൽ ആരെല്ലാം, നിങ്ങളെ കൂടാതെ ആരെല്ലാം അവിടെ ജോലി ചെയ്യുന്നുണ്ട് ചോദിക്കാണ്. പിന്നെ പറയുന്നുണ്ട്, ക്യാ ആപ്കോ ടാക്കിയ ഹി കഹ്കർ ബുലാത്തേ ഹേ, താങ്കളെ പോസ്റ്റ്മാൻ എന്ന് തന്നെയാണോ വിളിക്കാറ് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് മറുപടി ആയിട്ട് കവർ സിംഗ് എന്ത് പറയുന്നു എന്ന് നോക്കാം. പെഹലെ മേ ഭാരതീയ ടാക് സേവാ മേ ഗ്രാമീൺ ടാക് സേവക് ഥാ, ആദ്യം ഞാൻ ഇന്ത്യൻ പോസ്റ്റ്മാൻ ആയിരുന്നു, പോസ്റ്റ് സർവീസിൽ റൂറൽ പോസ്റ്റ്മാൻ ആയിരുന്നു ആദ്യം അല്ലെ. എന്നാലോ അബ് മേം, എന്നാൽ ഇപ്പോൾ ഞാൻ ആരാ, പേക്കർ ബനാഗയാഹും അല്ലെ. ഇപ്പൊ ഞാൻ ആരാണ്, പേക്കറാണ് അല്ലെ. ഇപ്പോൾ ഞാൻ ആരാണ്, പേക്കറാണ് എന്ന് പറഞ്ഞാൽ പർ ഹും വഹി നീലി വർദി വാല ടാക് സേവക്, അതായത് ഞാൻ നീല കളർ യൂണിഫോം ഇട്ട ആളാണ് അല്ലെ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. പോസ്റ്റ്മാന്റെ മറ്റൊരു വേർഷനാണ് ഇതാ, ഇത്തരത്തിലാണ് എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യാണ്, മറുപടി പറയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കി. ടാക് സേവക് കോ കർണ ക്യാ ക്യാ ഹോത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ടാക് സേവക്, ഒരു പോസ്റ്റ്മാൻ ആകുമ്പോൾ അല്ലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെ. ന്യായമായിട്ടുള്ള ഒരു പോസ്റ്റ്മാനെ കണ്ടാലൊക്കെ നമ്മളും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഒരു പോസ്റ്റ്മാൻ ആകുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ക്യാ ക്യാ ഹോത്താ ഹേ, എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പോസ്റ്റ്മാൻ ആകുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കി, മുജെ ബഹുത്ത് കുച്ച് കർണ ഹോത്താ ഹേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട്, ഒരു പോസ്റ്റ്മാൻ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ആ കത്തുകളൊക്കെ അതത് സ്ഥലത്ത് കൊണ്ടുകൊടുക്കുക, ആ അഡ്രസ്സിൽ വന്നിട്ട്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രമും ടു ഒക്കെ ആയിട്ടുള്ള ലെറ്ററുകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ, ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കണ്ടത്. കത്തിൻ്റെ ബാക്ക് ഭാഗം നോക്കുക. The letter must be given to an officer of the post office to be registered and a receipt obtained for it. അല്ലെ, ഇത്തരത്തിലൊക്കെ കത്തുകളൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കണം. രജിസ്റ്റേർഡ് ലെറ്ററിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കും. പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കും അല്ലെ, സ്റ്റാമ്പ് ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ആ സ്റ്റാമ്പിൻ്റെ പൈസ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അല്ലെങ്കിൽ ആ സ്റ്റാമ്പിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള പ്രൊസീജിയർ എന്താണോ അത് അവിടെ നമ്മൾ ചെയ്യണം, ആ റൂൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ എന്തെല്ലാമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, മുജെ ബഹുത്ത് കുച്ച് കർണ ഹോത്താ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അത് എന്തെല്ലാം എന്നുള്ളതാണ് പറഞ്ഞത്. ചിട്ടിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെറ്ററുകൾ, അതായത് കത്തുകൾ. പിന്നെ അടുത്തത് പറയുന്നത് എന്താ, രജിസ്റ്ററി പത്ര എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ലെറ്റർ, രജിസ്റ്റേർഡ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ്, രജിസ്റ്റേർഡ് ലെറ്റേഴ്സ്. പിന്നെ പറയുന്നുണ്ട് പാർസൽ, പിന്നെന്താ വന്നത്, പാർസൽ.
പിന്നെ ബിൽ, പിന്നെ ബൂഡേ ലോഗോं की पेशान അല്ലെ, ബൂഡേ ലോഗോं की പെൻഷൻ അല്ലെ, എന്താണ് വൃദ്ധരായ ആളുകളുടെ പെൻഷൻ അല്ലെ, വൃദ്ധരായ ആളുകൾക്കുള്ള പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ എന്നൊക്കെ പറയും. വൃദ്ധരായ ആളുകളുടെ പെൻഷൻ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്നതാണ് വാർദ്ധക്യ പെൻഷൻ, അവർക്കുള്ള പെൻഷൻ. ആദി തുടങ്ങിയവ മുതലായവ. ചോടനെ ഗാവ് ഗാവ് ജാത്താ ഹേ അല്ലെ, അവരെ എത്തിക്കാൻ എന്ത് ചെയ്യും, ഗ്രാമങ്ങൾ തോറും എന്ത് ചെയ്യും, പോകും അല്ലെ, ഗ്രാമങ്ങൾ തോറും പോകും. ഗ്രാമങ്ങൾ തോറും പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഗ്രാമത്തില് അവരുടെ വീടുകൾ എവിടെയാണോ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള എന്ത് ചെയ്യും, പെൻഷൻ കൊടുക്കുക, ഞാൻ രജിസ്റ്റേർഡ് കത്താണെങ്കിൽ അത് കൊടുക്കുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അതായത് ഒരു പോസ്റ്റ്മാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യം. ടാക്കിയ കി കഹാനി കൻവർ സിംഗ് കി സുബാനി എന്ന് പറയുന്നതിൽ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു പാഠഭാഗം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച 2 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അനസ് സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഓക്കെ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ചില ആളുകളുടെ പുസ്തകം ചിലപ്പം വേറെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെ, ഒരുപാട് പുസ്തകം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ പുസ്തകം, നിങ്ങൾ സ്കൂൾ ഫോളോ ചെയ്യുന്ന മറ്റു പുസ്തകമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾ സാറേ ഞങ്ങളുടെ പുസ്തകം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്. അപ്പൊ അഗല ക്ലാസ് മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.